ഹലോ എവരിവൺ. ടെക്നോളജി ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഏത് ഡേറ്റ വേണമെങ്കിലും അല്ലെങ്കിൽ എന്ത് കാര്യത്തെക്കുറിച്ച് അറിയണമെങ്കിൽ ഒരു വിരൽ തുമ്പിൽ തന്നെ നമുക്ക് എല്ലാ ഇൻഫർമേഷൻസും അവൈലബിൾ ആണ്. ഒരുപാട് ബെനിഫിറ്റ്സ് ഇതിനുണ്ടായെങ്കിലും ഏറ്റവും വലിയ ദൂഷ്യം എന്ന് പറയുന്നത് നമുക്ക് തന്നെയാണ്. കാരണം നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്ന ഓർഗന് യാതൊരു ഫംഗ്ഷനും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഒരു കാര്യത്തെക്കുറിച്ചും ചിന്തിക്കാനോ അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് മെമ്മറിയിൽ നിന്ന് എടുക്കാനോ സാധിക്കുന്ന ഇൻഫർമേഷൻസ് പോലും നമ്മൾ അതിന് മെനക്കെടാതെ നേരെ ടെക്നോളജി ആശ്രയിക്കുന്ന ഒരു കാലഘട്ടം കൂടി ആയതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രെയിൻ പവർ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നമുക്ക് മെമ്മറി ലോസ്, കോൺസെൻട്രേഷൻ കുറവ്, ഒരു കാര്യവും നന്നായിട്ട് ചെയ്യാൻ സാധിക്കുന്നില്ലാത്ത ഒരു അവസ്ഥ, ക്രിയേറ്റിവിറ്റി കുറയുന്നു, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഇന്നത്തെ ഈ വീഡിയോയിൽ വളരെ കുറച്ച് സമയം തന്നെ നമുക്ക് ദിവസവും മാറ്റി വെക്കാനായിട്ടുള്ള ഒരു മനസ്സുണ്ടായെങ്കിൽ നമ്മളുടെ ബ്രെയിൻ പവർ കൂട്ടാനായിട്ട്, മെന്റൽ ക്ലാരിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ടൊക്കെ എന്തൊക്കെ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നോക്കാം. ബ്രെയിൻ ബൂസ്റ്റിംഗ് എക്സസൈസുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഡീപ് ബ്രീതിങ് എക്സസൈസ്. ചുരുങ്ങിയത് ഒരു ദിവസം നമ്മൾ ഒരു 2 മിനിറ്റ് എങ്കിലും ഈ ഡീപ് ബ്രീതിങ്ങിന് വേണ്ടി മാറ്റി വെക്കാൻ തയ്യാറായാൽ അതുകൊണ്ടുള്ള ബെനിഫിറ്റുകൾ വളരെയധികം വലുതാണ്. നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാൻ, ബ്രെയിനിലെ ഓക്സിജനേഷൻ കൂട്ടാൻ, നമ്മൾക്കൊരു മെന്റൽ ക്ലാരിറ്റി കൊണ്ടുവരാനായിട്ടും ഒരു പീസ് ഓഫ് മൈൻഡ് എന്നുള്ള ഒരു സ്റ്റേറ്റിലേക്ക് എത്താനും ഒക്കെ നമ്മളെ ഈ ഡീപ് ബ്രീതിങ് സഹായിക്കും. ഇനി എങ്ങനെ നമുക്കിത് പ്രാക്ടീസ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൂടുതൽ നമ്മുടെ ബ്രെയിനിന് ഓക്സിജനേഷൻ കൂട്ടാനായിട്ടുള്ള രീതിയിലേക്കുള്ള ഒരു ഡീപ് ബ്രീതിങ് ആണ് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു 4 കൗണ്ട്, ഒരു 4 വരെ എണ്ണിക്കൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. അതിനുശേഷം ഒരു 4 കൗണ്ട് നമ്മളത് ഹോൾഡ് ചെയ്യുക. ശ്വാസം ഉള്ളിലേക്ക് എടുത്തത് 4 കൗണ്ട് ഹോൾഡ് ചെയ്തതിന് ശേഷം ഒരു 6 കൗണ്ട്, 6 വരെ എണ്ണിക്കൊണ്ട് നമ്മൾ ആ ശ്വാസം പതിയെ പുറത്തേക്ക് വിടുക. 4, 4, 6. ഇത് നമ്മുടെ ബ്രെയിനിലെ ഓക്സിജനേഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു നല്ല എക്സസൈസാണ്. ഐ എക്സസൈസുകൾ. നമ്മളുടെ കണ്ണിന് കൂടുതൽ ആരോഗ്യം കൊടുക്കേണ്ട ഒരു ആവശ്യകത ഇന്നത്തെ കാലഘട്ടത്തിലുണ്ട്. കാരണം കൂടുതൽ സമയവും നമ്മൾ ചെലവഴിക്കുന്നത് സ്ക്രീനുകളിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡിജിറ്റൽ ഫറ്റീഗ് എന്നുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോകാനുള്ള സാധ്യതയുണ്ട്. കണ്ണുകളുടെ ആയാസം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു നല്ല എക്സസൈസാണ് കണ്ണുകൾ മുകളിലേക്ക്, താഴേക്ക്, 2 വശങ്ങളിലേക്ക് ഒക്കെ നോക്കുക. ആ ഒരു എക്സസൈസ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിന്റെ മൂവ്മെന്റ് നമ്മൾ ഒരിക്കലും ഉണ്ടാകാതല്ലേ, അത് പരമാവധി അവോയ്ഡ് ചെയ്തതിനു ശേഷം ലെഫ്റ്റ്, റൈറ്റ്, അപ്പ് ആൻഡ് ഡൗൺ ഈ രീതിയിൽ കണ്ണുകളുടെ നമ്മൾ ചലിപ്പിക്കാൻ തയ്യാറായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡിജിറ്റൽ ഫറ്റീഗ് ഉണ്ടാക്കുന്ന ഒഴിവാക്കാനായിട്ട് സഹായിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ വിഷ്വൽ മെമ്മറി ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ കാര്യങ്ങൾ കൂടുതൽ കോൺസെൻട്രേഷനോടുകൂടി ചെയ്യാനായിട്ടും അത് ഹെൽപ്പ് ചെയ്യും. പസിൽസ് അല്ലെങ്കിൽ സുഡോക്കു പോലുള്ള ഗെയിംസിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു അല്പം സമയം, ഒരു ദിവസം ഒരു 5 മിനിറ്റ് എങ്കിലും അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഗെയിംസിൽ ഇൻവോൾവ് ആകാൻ തയ്യാറായി കഴിഞ്ഞാൽ അത് നമ്മളുടെ ബ്രെയിനിന്റെ മെമ്മറി കൂടുതൽ ഷാർപ്പ് ആയിട്ട് സഹായിക്കും. പ്രോബ്ലം സോൾവിങ് സ്കില്ലുകൾ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. ഇന്ന് നമുക്ക് യാതൊരു തരത്തിലും, കുറച്ചു കാലങ്ങൾക്കൊക്കെ മുമ്പ് വരെ ഇങ്ങനെയുള്ള ഗെയിംസിനൊക്കെ നമ്മളുടെ ബ്രെയിനിന്റെ പവറൊക്കെ കൂട്ടുന്ന തരത്തിലുള്ള പസിൽസിലൊക്കെയും കോൺസെൻട്രേറ്റ് ചെയ്യാൻ നമുക്ക് ഇൻട്രസ്റ്റ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ അത് വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മളൊരു ദിവസം ഒരു അല്പം സമയം, ഒരു 5 മിനിറ്റ് എങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കാൻ തയ്യാറാവുമ്പോൾ നമ്മളുടെ ബ്രെയിൻ പവർ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. മെമ്മറി റീകോൾ. നമ്മളുടെ ബ്രെയിനിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു എക്സസൈസ് ആണ് ഈ മെമ്മറി റീകോൾ എന്ന് പറയുന്നത്. കാരണം നമ്മളുടെ മെമ്മറി നിലനിർത്തണമെങ്കിൽ ഇത് കൂടിയേ തീരും. അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു ദിവസത്തിന് ഒരു വൈകുന്നേരം ഒക്കെ ആവുമ്പോൾ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒക്കെ നമുക്ക് സമയം കിട്ടുമ്പോൾ അന്ന് രാവിലെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഒന്ന് മെമ്മറൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ തലേ ദിവസം ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് റീകോൾ ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷോർട്ട് ടേം മെമ്മറി ഇംപ്രൂവ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും റാൻഡം ആയിട്ട് ഒരു 5 വേർഡ്സ് അങ്ങ് സെലക്ട് ചെയ്യുക. അത് എന്നിട്ടൊന്ന് എഴുതി വെക്കുക. അതിനുശേഷം 1 മിനിറ്റ് ഒരു ഗ്യാപ്പ് എടുത്തതിന് ശേഷം ആ 5 വേർഡ്സും നമ്മളൊന്ന് പറഞ്ഞു നോക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഇങ്ങനെയുള്ള ചെറിയ നമുക്ക് കേൾക്കുമ്പോൾ വളരെ നിസ്സാരമെന്ന് തോന്നും. പക്ഷേ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വ്യായാമങ്ങൾ നമ്മളുടെ ബ്രെയിനിനും നമ്മൾ കൊടുക്കാൻ തയ്യാറായെങ്കിൽ മാത്രമേ നമ്മുടെ ബ്രെയിനിന്റെ ഫങ്ഷൻസും വളരെ പ്രോപ്പർ ആയിട്ട് നടക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യൂ. മെന്റൽ മാത്ത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബ്രെയിൻ എക്സസൈസ് തന്നെയാണ് ഇതും. ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള അഡീഷൻ, സംഖ്യകൾ തമ്മിൽ കുറച്ച് വലിയ ഡിജിറ്റുകളൊക്കെ തമ്മിൽ ഒന്ന് കൂട്ടുക, കുറയ്ക്കുക, ഗുണിക്കുക, ഹരിക്കുക, അല്ല മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് ഒക്കെ ആണെങ്കിൽ ഇടയ്ക്കൊന്നൊക്കെ ഒന്ന് പറഞ്ഞു നോക്കുക. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അത് നമ്മുടെ ന്യൂമറിക്കൽ എബിലിറ്റി, നമുക്ക് കണക്കുകളും ഒക്കെ ആയിട്ടുള്ള ഒരു ബന്ധം കൂടുതലൊന്ന് ഷാർപ്പൻ ചെയ്യാനും ബ്രെയിനിന്റെ പവർ കൂടുതൽ യൂസ് ചെയ്യാനായിട്ടും അത് ഹെൽപ്പ് ചെയ്യും. ഓൾട്ടർനേറ്റ് നോസ്ട്രിൽ ബ്രീത്തിങ്.
അതായത് നമ്മൾ ഇടവിട്ട് ഓരോ മൂക്കിൽ കൂടെ ഓരോ നോസ്ട്രിൽ കൂടെയും നമ്മൾ ശ്വാസം എടുക്കുക. ആ ഒരു സമയത്ത് നമ്മൾ മറ്റേ നോസ്ട്രിൽ, ഇപ്പൊ ഈ ഒരു ലെഫ്റ്റ് സൈഡിലുള്ള നോസ്ട്രിൽ കൂടിയാണ് ശ്വാസം എടുക്കുന്നതെങ്കിൽ റൈറ്റ് സൈഡിലെ നോസ്ട്രിൽ അടച്ചു പിടിക്കുക. അതിനുശേഷം ദീർഘമായി ശ്വാസം എടുക്കുക. അതേ നോസ്ട്രിൽ കൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. ഈ രീതിയിൽ ഓൾട്ടർനേറ്റ് ആയിട്ട് 2 നോസ്ട്രിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിലേക്കുള്ള ഓക്സിജൻ സപ്ലൈ 2 സൈഡിലേക്കും ഈക്വലൈസ് ചെയ്തുകൊണ്ട് ആക്കി എടുക്കാനായിട്ട് അത് നമ്മളെ സഹായിക്കും. അങ്ങനെ നമുക്ക് കൂടുതൽ മെന്റൽ ക്ലാരിറ്റി കിട്ടും. ഇതൊരു തരത്തിലുള്ള ഒരു യോഗിക് ബ്രീതിങ് ആണ്. ഇത് പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനിന് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. റീഡിങ് ഔട്ട് ലൗഡ്, ന്യൂസ് പേപ്പറുകളാകട്ടെ അല്ലെങ്കിൽ ബുക്കുകളാകട്ടെ ഒന്ന് ഉച്ചത്തിൽ വായിക്കാൻ നമ്മൾ തയ്യാറായി കഴിയുമ്പോൾ അത് നമ്മുടെ ബ്രെയിനിൽ ഒരുപാട് ഏരിയാസ് ആക്ടിവേറ്റ് ചെയ്യാനായിട്ടും അതോടൊപ്പം തന്നെ നമുക്ക് കോൺസെൻട്രേഷനെ മെന്റൽ ക്ലാരിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ടും നമ്മളുടെ തിങ്കിങ് എബിലിറ്റി, പ്രൊനൗൺസിയേഷൻ പോലെയുള്ള കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അഫർമേഷൻസ് ആൻഡ് വിഷ്വലൈസേഷൻ, ഡെയിലി നമ്മളുടെ ബ്രെയിനിന് കൂടുതൽ പോസിറ്റിവിറ്റി തരുന്ന ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള അഫർമേഷൻസ് പറയാനായിട്ട് നമ്മൾ തയ്യാറാവുക. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഐ എം ഫോക്കസ്ഡ് ആൻഡ് ഷാർപ്പ്, അല്ലെങ്കിൽ ഐ എം ഇന്റലിജന്റ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ബ്രെയിനിനെ ബൂസ്റ്റ് ചെയ്യുന്ന അഫർമേഷൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് നമ്മുടെ ബ്രെയിനിൽ പോസിറ്റിവിറ്റി കൊണ്ടുവരും. അതോടൊപ്പം നമ്മുടെ സ്ട്രെസ് കുറയ്ക്കും, കൂടുതൽ കോൺസെൻട്രേഷൻ കൊണ്ട് തരാനും ഒക്കെയും ഈ ഒരു പ്രാക്ടീസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഫിംഗർ ടാപ്പിംഗ് കോർഡിനേഷൻ, ബ്രെയിൻ ബൂസ്റ്റിംഗ് എക്സസൈസുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇത്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ തമ്പ് ഉപയോഗിച്ച് ബാക്കിയുള്ള എല്ലാ ഫിംഗേഴ്സിനെയും നമ്മൾ ടച്ച് ചെയ്യണം. ആദ്യം വളരെ സ്ലോയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു, അതിനുശേഷം നമ്മൾ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇതൊരു സീക്വൻസ്, ഒരു ഓർഡറിൽ വേണം ചെയ്യാനായിട്ട്. ഒന്നുകിൽ നമ്മൾ ഈ ഒരു ഏരിയയിലേക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ബാക്ക്വേർഡ് ചെയ്യുക. ഇനി നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു വളരെ എഫക്റ്റീവ് ആയിട്ടൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ 2 കൈകളും ഒരേ സമയം യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതും വളരെ ഫാസ്റ്റിൽ നമ്മൾ ചെയ്യുക. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഫൈൻ മോട്ടോർ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ. ഫൈൻ മോട്ടോർ സ്കിൽസ് എന്ന് പറയുന്നത് വളരെ സൂക്ഷ്മമായ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ഇതാണ്. അപ്പൊ അതിന്റെ ആ ഒരു സ്കില്ല് നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ ഇങ്ങനെയുള്ള പ്രാക്ടീസിലൂടെ ലേണിംഗ് എ ന്യൂ വേർഡ്, നമ്മൾ മസ്റ്റ് ആയിട്ടും ചെയ്തിരിക്കേണ്ട ഒരു ബ്രെയിൻ എക്സസൈസ് ആണിത്. അതായത് ദിവസവും ഒരു വേർഡ്, പുതിയതായിട്ട് നമുക്ക് ഇതുവരെയും അറിയാത്ത ഒരു വാക്ക് നമ്മൾ പഠിക്കാനായിട്ട് തയ്യാറാവുക. എന്നിട്ട് ആ വാക്ക് ചേർത്ത് ഒരു സെന്റൻസ് നമ്മൾ തന്നെ ബിൽഡ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ ഡെയിലി പഠിക്കുമ്പോൾ നമ്മുടെ വൊക്കാബുലറി സ്കിൽസ് ഇംപ്രൂവ് ചെയ്യും, നമ്മുടെ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട്, കൂടുതൽ കോൺസെൻട്രേഷനും മെമ്മറി പവറും ഒക്കെ കൂട്ടിയെടുക്കാനായിട്ട് ഇത് സഹായിക്കും. അങ്ങനെ ഓരോ ദിവസവും നമ്മൾ പുതിയ വേർഡ്സ് പഠിക്കുന്നു, അത് ചേർത്ത് ഒരു സെന്റൻസ് പറയുന്നു. നെക്സ്റ്റ് ഡേ ആവുമ്പോൾ നമ്മൾ തലേന്ന് പഠിച്ചതിനെ ഒന്നും കൂടെ റീകോൾ ചെയ്യുക. ഇങ്ങനെയൊക്കെയുള്ള പ്രാക്ടീസുകൾ നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ മസ്റ്റ് ആയിട്ടും ഇൻക്ലൂഡ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഫിസിക്കൽ എക്സസൈസിന്റെ ഇമ്പോർട്ടൻസ് എല്ലാവരും തന്നെ മനസ്സിലാക്കി വരുന്നു. അതിനുവേണ്ടി നമ്മളൊക്കെ സമയം മാറ്റിവെക്കാനും തയ്യാറാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും, നമ്മുടെ ലൈഫിന്റെ ഏത് ഏരിയകളിലാണെങ്കിലും, ജോലി ചെയ്യുന്ന വ്യക്തികളാണെങ്കിലും, അല്ലെങ്കിൽ നമ്മളുടെ വർക്കിന്റെ എല്ലാ മേഖലകളിലും ആവശ്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓർഗൻ ആണ് നമ്മളുടെ ബ്രെയിൻ എന്ന് പറയുന്നത്. പലപ്പോഴും ഈ ബ്രെയിൻ യൂസ് ചെയ്യുന്ന കാര്യം നമ്മൾ മറന്നുപോകും. അങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ ബ്രെയിൻ യാതൊരു യൂസും ഇല്ലാത്ത ഒരു ഓർഗനായിട്ട് മാറുമ്പോൾ നമുക്ക് തന്നെ അറിയാം, നമ്മൾ മസിൽസിന്റെ കാര്യം നമ്മളത് യൂസ് ചെയ്തില്ല എങ്കിൽ നമുക്കത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കില്ല. അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നമ്മൾ ഉപയോഗശൂന്യമായി മാറി കഴിഞ്ഞു കഴിയുമ്പോൾ അതിന് കാലക്രമേണ ക്ഷതം അല്ലെങ്കിൽ അത് വീക്ക് ആയിട്ട് പോവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ബ്രെയിനിന് ഇങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കണമെങ്കിൽ നമ്മുടെ ബ്രെയിനിന് വേണ്ടിയും നമ്മളൊരു അല്പസമയം ദിവസവും മാറ്റിവെക്കാനായിട്ട് തയ്യാറാകുക. ബി ഹാപ്പി, ബി കോൺഫിഡന്റ്.